ചാത്തന്മാർ വരും. ഓൾമോസ്റ്റ് എല്ലാവരും ലോക കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പോയിലർ ഒന്നുമില്ല. അവർ ഓൾറെഡി ഇന്ന് 6 മണിക്ക് തന്നെ ക്യാമിയോസിനെ എല്ലാം പുറത്ത് വിടുന്നതാണ്. ലോക ചാപ്റ്റർ 2 ചാത്തന്മാരായിട്ട് വരുന്നത് നമ്മളുടെ ടോവിനോ ആണ്. ചാത്തൻ എന്നുള്ളതിന്റെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇപ്പം ഡീകോഡിങ്ങും പണ്ട് LCU അങ്ങനെ ആയിരുന്നു, അതേപോലെ തന്നെയാണ് ലോകയെ കുറിച്ച് ഡീകോഡ് ചെയ്യുകയും സ്റ്റോറീസ് പറയുകയും ഒക്കെ ചെയ്യുന്നത്. ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചാത്തൻ, ആ മിത്തിലെ ഒരു ചാത്തന്റെ ബാക്ക് സ്റ്റോറിയാണ് മെയിൻലി എല്ലാവരും പറയുന്നത്. കുറച്ചുകൂടെ വേറൊരു രീതിയിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഈ ഒരു ലോക എന്ന് പറയുന്ന ഈ ഒരു യൂണിവേഴ്സ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചന്ദ്ര എന്ന ആ ഒരു ക്യാരക്ടറിന് നീലി എന്ന നെയിം ഇടാൻ വേണ്ടിയിട്ട് ഇവർ സെലക്ട് ചെയ്ത സമയത്ത് അതുവരെ ഈ ചന്ദ്ര എന്ന ക്യാരക്ടർ ഒരു പുതിയൊരു സൂപ്പർ ഹീറോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതിലൊരു ബാക്ക് സ്റ്റോറിയോ യക്ഷിയോ അങ്ങനത്തെ ഒരു മിത്തോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് മലയാളികൾക്ക് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള ഒരു നെയിം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയ സമയത്താണ് കള്ളിയങ്കാട്ട് നീലി എന്ന് പറയുന്ന ആ ഒരു യക്ഷിയുടെ നെയിം കിട്ടിയത്. ആ ഒരു ടൈമിലാണ് ഡൊമിനിക്കിന് ഈ ഒരു ഐഡിയ അല്ലെങ്കിൽ ഈ ഒരു മിത്ത് നമുക്ക് ഈ ഒരു ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. നമുക്ക് പഴയ ക്യാരക്ടറിന്റെ കാര്യങ്ങളെ അപ്ഗ്രേഡ് ചെയ്ത് പുതിയ ക്യാരക്ടറിൽ കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഈ പേരൻസ് വൈസ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ക്യാരക്ടറിന് ഡെപ്തും അതിന്റെ പവറും ഒക്കെ എഴുതാനും പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും, ഈ മലയാളികൾക്ക് അത് കണക്റ്റ് ആവും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ള ആ ഒരു പോസിബിലിറ്റി അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ചന്ദ്ര എന്ന ക്യാരക്ടറിനെ പുറകിലോട്ട് റീറൈറ്റ് ഒന്നും കൂടി ചെയ്ത് സൂപ്പർ ഹീറോ എന്നുള്ള നോർമൽ ഇതിനെ കളഞ്ഞിട്ട് ഈ പറയുന്ന മിത്തിൽ നിന്ന് ഒരു പാസ്റ്റ് ഉള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് ഉണ്ടായി വന്ന ഒരു സൂപ്പർ ഹീറോ ആയിട്ട് മാറ്റിയത്. ഇതാണ് ഈ ലോക എന്ന് പറയുന്ന യൂണിവേഴ്സിന്റെ ആ ഒരു ബാക്ക് സ്റ്റോറി, നമ്മുടെ കൾച്ചറൽ മിത്ത് ആയിട്ടുള്ള ആ ഒരു ഇത് വരാനുള്ള റീസൺ. ഇത് ഡൊമിനിക് ആയിട്ടും തന്നെ പറഞ്ഞതാണ്. നമ്മൾ ഈ വീഡിയോയിനകത്ത് ചാത്തനെ കുറിച്ചാണ്, ടോവിനോയുടെ ലോകയിലെ 390 ചാത്തന്മാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇനി ഓരോ ക്യാരക്ടേഴ്സും പുറകെ വരുന്നുണ്ട്. മൂത്തോനായാലും ഒടിയനായാലും ഇഷ്ടാറായാലും എല്ലാ ക്യാരക്ടേഴ്സിനും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വീഡിയോസിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വിടുന്നതാണ്. അപ്പോൾ അതൊക്കെ മിസ്സാവണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ഒരു ഹൈപ്പ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ടോവിനോയുടെ ചാത്തൻ, അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചാത്തനെ നമുക്ക് 2 രീതിയിൽ ഇത് ചെയ്യാം. അതൊരു ഗുഡ് ക്യാരക്ടർ ആണോ അതല്ലെങ്കിൽ ഒരു ബാഡ് ക്യാരക്ടർ ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇത് രണ്ടും കൂടി മിക്സ് ആയ ഒരു ക്യാരക്ടറാണ് ചാത്തൻ എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നല്ല വിശ്വാസികൾ നല്ല രീതിയിൽ ഈ ചാത്തനെ ആരാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചീത്തയായിട്ടുള്ള ആൾക്കാർ ആ ഒരു രീതിയിൽ ആ ഒരു ചാത്തനെ ആരാധിച്ചിട്ടുണ്ട്. ഈ 2 ആൾക്കാർ ഡിപ്പെൻഡഡ് ആയിരിക്കും ഈ ചാത്തൻ എന്ന ക്യാരക്ടർ ഒരു ബാഡ് ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു ഗുഡ് ക്യാരക്ടറോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഈ ലോക ഫിലിമിനകത്ത് നമ്മുടെ ടോവിനോരെ ക്യാരക്ടേഴ്സ് 390 ചാത്തന്മാരുണ്ടെന്നാണ് പറയുന്നത്. ഈ 390ലും 2 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. നമ്മൾ ഈ ലോകയിൽ കണ്ട ക്യാരക്ടർ ആ ഒരു മൈക്കിൾ എന്ന് പറയുന്ന കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഒരു മാജിക്കൽ എലമെന്റ് ഉള്ള ഒരു ക്യാരക്ടർ, ഒരു ഗുഡ് ക്യാരക്ടർ ആണെന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് മേ ബി നല്ലൊരു ഗുഡ് ക്യാരക്ടർ ആയിരിക്കാം, അത് ചന്ദ്രയുടെ കൂടെ നിൽക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടർ ആയിരിക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു എൻ ക്രെഡിറ്റ്സിൽ കാണിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ഈ ഒരു ചാത്തന്റെ തന്നെ വേറൊരു ഫേസ്, അതായത് ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ചാത്തൻ, ചീത്ത ആൾക്കാർ ആരാധിച്ചിരുന്ന ഒരു ടൈപ്പ് ആ ഒരു ചാത്തനായിരിക്കും നമ്മൾ നെക്സ്റ്റ് ആ ഒരു ചാപ്റ്റർ 2 ഈ ഒരു ഗുഡ് ചാത്തന് ഓപ്പോസിറ്റ് വരുന്ന വില്ലൻ ചാത്തൻ അതായിരിക്കാം. ഇതുപോലെ 390 ചാത്തന്മാര് ഈ ഒരു ലോകയില് യൂണിവേഴ്സിലുണ്ട്. ഈ 390 ചാത്തന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മളെ ഈ സിനിമയിൽ 390 ചാത്തന്മാരെയും ടോവിനോ എന്ന ആ ഒരു ആക്ടർ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചെയ്യാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിലും അങ്ങനെ ചെയ്യുന്ന കാര്യം പാടാണ്. 1, നമ്മളുടെ ബഡ്ജറ്റ് ലിമിറ്റഡ് ആണ്. 2, ഈ യൂണിവേഴ്സ് അവർ ബിൽഡ് ചെയ്തത് ഇപ്പം കറന്റ് 5 പാർട്സ് ആയിട്ടാണ്. ഈ 5 പാർട്സിന്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഇതുവരെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ പാസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് പറഞ്ഞു തന്നിട്ട് അവർ ഒരു എൻഡ് ഗെയിമിലേക്ക് ഈ ഒരു 5 പാർട്ടിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്തായാലും ഈ ഓരോ പാർട്സിന്റെ സക്സസ് അനുസരിച്ച് അവർ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഇത് വീണ്ടും എക്സ്റ്റെൻഡ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങോട്ട് എക്സ്റ്റെൻഡ് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 390 ചാത്തന്മാരെയും ടോവിനോ എന്ന ആക്ടർ ഇതിനകത്ത് ചെയ്യും. പക്ഷേ ഇപ്പൊ കറന്റ് 5 ഭാഗമേ നമ്മളെ മുമ്പിലുള്ളൂ. ഈ 390 എന്ന് പറയുന്ന പണ്ടത്തെ മിത്തിലുള്ള ആ ഒരു നമ്പറിനെ അവർ പ്രൊജക്ട് ചെയ്യുന്നതാണ്. ഇതിൽ മെയിൻലി കാണാൻ നമ്മൾ പോകുന്നത് ടോവിനോ പ്രസന്റ് ചെയ്യുന്ന 4 or 3 ക്യാരക്ടേഴ്സിനെ മാത്രമേ നമുക്ക് ഇതിൽ കാണാൻ പറ്റുള്ളൂ. അവരങ്ങനെ മറ്റ് ക്യാരക്ടേഴ്സിനെ മെൻഷൻ ചെയ്താൽ പോലും അതൊരു വോയിസ് ഓവറിലൂടെയോ ഗ്രാഫിക്കൽ ആർട്ടിലൂടെയോ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ മാത്രമേ അവർ മറ്റ് ക്യാരക്ടേഴ്സിനെ ഇത് ചെയ്യുള്ളൂ. ഞാൻ ചുരുക്കി പറഞ്ഞ ബഡ്ജറ്റ്, നമ്മളുടെ ഇൻഡസ്ട്രിയുടെ ആ ഒരു സ്കെയില് ഇതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇൻഡിവിജ്വലി ഓരോ ക്യാരക്ടേഴ്സായിട്ട് ഒരു യുണീക്ക് സ്റ്റൈല് കൊടുത്ത് പ്രസന്റ് ചെയ്യാൻ, പക്ഷേ ബഡ്ജറ്റൊക്കെ ഉണ്ട് പുറത്തൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കും ഇതേപോലെ ഓരോ ഇൻഡിവിജ്വലി 390 ക്യാരക്ടേഴ്സിനെ ഇൻഡിവിജ്വലി അവർക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ ഇത് ഒരു സിനിമയിലല്ല, ഇത് യൂണിവേഴ്സ് ആയതുകൊണ്ട് ഓരോ സിനിമയിലും ഓരോ
ചാത്തന്റെ മുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റിയേനെ. ലോക ചാപ്റ്റർ 1 ചന്ദ്രയുടെ ക്യാരക്ടറിന് പെർഫെക്റ്റ് കാസ്റ്റ് ആയിരുന്നു കല്യാണി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു 390 ചാത്തന്മാരുള്ള ഒരു സൂപ്പർ ഹീറോ, ഡിഫറെന്റ് ടൈപ്പ് ക്യാരക്ടേഴ്സ് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർ, ഒരു നായകന്മാരുടെ ലിസ്റ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് കുറവാണ്, ലിമിറ്റഡ് ആണ്, ഇല്ല എന്നല്ല, കുറവാണ്. അതായത് നമ്മളെ മോളിവുഡിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ആയിട്ട് വന്ന മിന്നൽ മുരളിയിലൂടെ വന്ന നമ്മളുടെ ഈ ടോവിനോ പെർഫെക്റ്റ് കാസ്റ്റ് ആണ് ഈ ഒരു ചാത്തൻ എന്നുള്ള ക്യാരക്ടറിന്. അത് കാണാൻ വളരെ ചെറിയ ക്യാരക്ടറാണ്. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ ചെറിയൊരു ക്യാരക്ടറാണ്, നമുക്ക് കണ്ട അത്രയും ഗോഡ്ലി പവറുള്ള ക്യാരക്ടറാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് നമ്മളുടെ മൂത്തോനെയൊക്കെ പോലെ അല്ലെങ്കിൽ മൂത്തോനേക്കാൾ കൂടുതൽ ഒരു ഗോഡ് എന്നുള്ള ലെവലിലുള്ള കഴിവുള്ള അല്ലെങ്കിൽ അത്രയും പവേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഈ ചാത്തൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പാസ്റ്റ് മിത്തിലേക്ക് പോകുന്ന സമയത്ത് ഹൈ പവറിലുള്ള ഒരു ക്യാരക്ടറാണ്. നമ്മൾ ഈ ഒരു യൂണിവേഴ്സിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ റെയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനാണ് അത്രയും ഹൈ പവർ ഉള്ളത്. ലിമിറ്റഡ് അല്ലാതെ ഒരു ഗോഡ് ലെവൽ പവറുള്ള ക്യാരക്ടേഴ്സിനെ നോക്കുന്ന സമയത്ത് ഒന്ന് മൂത്തോൻ അതേപോലെ അതിനേക്കാൾ ഒന്നെങ്കിൽ മുകളിൽ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഗോഡ് ലെവൽ ടാലന്റ് അല്ലെങ്കിൽ അത്രയും പവർ ഉള്ള ഒരു ക്യാരക്ടറാണ് നമ്മൾ ടോവിനോടെ ചാത്തൻ എന്ന് പറയുന്നത്. ഈ ഒരു ക്യാരക്ടറിന് ഈ ഒരു സിനിമയ്ക്കകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ടാവും. മൂത്തോന് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരു കട്ടയ്ക്ക് നിൽക്കാൻ പറ്റിയൊരു വില്ലൻ എന്ന് പറയില്ലേ, അത്തരത്തിലൊരു വില്ലനായിട്ടും നമുക്ക് ഈ ഒരു ചാത്തനെ നമുക്ക് നിർത്താൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ഒടിയന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒടിയനെ കുറിച്ച് എന്തായാലും DQന്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒടിയൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് പവേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ്. എന്ന് വെച്ചാൽ നൈറ്റ് ടൈമിൽ ഒരു ഹ്യൂമൻ ആണ്, അതിനെ നൈറ്റ് ടൈമിൽ ഇറങ്ങിയിട്ട് ഓരോ മൃഗങ്ങളുടെയും ഒക്കെ രൂപം എടുത്തിട്ട് നടക്കാൻ പറ്റും. അത്തരത്തിലൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഇതേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ചാത്തനിലേക്ക് വരുന്ന സമയത്ത് ചാത്തൻ എന്ന് പറയുന്നത് ഒരു ഗോഡിന്റെ റെഫറൻസ് ഉള്ള അല്ലെങ്കിൽ ഗോഡ് ലെവൽ പവേഴ്സ് ഉള്ള ഒരാൾക്ക് തന്നെ അത്രയും പവറെങ്കിൽ അത് മൾട്ടിപ്ലൈ വരുന്ന സമയത്ത് എന്തായാലും ആ പവർ ഡബിൾ ആവുമല്ലോ. ടോവിനോ ചെയ്യുന്ന ചാത്തൻ എന്ന ക്യാരക്ടർ നമ്മുടെ മിത്തിൽ അത്രയും പവർഫുൾ ആയിട്ട ക്യാരക്ടറാണ്. നമ്മൾ ഈ ലോക 1 നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ക്യാരക്ടേഴ്സിൽ മൂത്തോന്റെ വില്ലനായിട്ട് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ക്യാരക്ടർ ചാത്തന്റെ ക്യാരക്ടറാണ്. അത് ഞാൻ മിത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. നമ്മൾ ആ സിനിമയ്ക്കകത്ത് ഇതൊരു ചാത്തന്റെ എന്താണ് പൊട്ടൻഷ്യൽ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ടോവിനോ എന്ന് പറയുന്ന ആ ഒരു ആക്ടറിന് ഈ പറയുന്ന ചാത്തനും അതുപോലെ തന്നെ സൂപ്പർ ഹീറോസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കും ഉണ്ട്, അതുപോലെ തന്നെ ഫിറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ആക്ടറും കൂടിയാണ്. ഇത്രയും ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ക്യാരക്ടറിന്റെ തന്നെ ഡിഫറൻറ്റ് സ്റ്റൈലുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ രീതിയിൽ അത് പ്രൂവും കൂടെ ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. അതിപ്പോൾ ARM നമുക്ക് എടുത്തു വെച്ച് നോക്കിയാലും അറിയാം, മിന്നൽ മുരളി നോക്കിയാലും അറിയാം. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഡിഫറെന്റ് ശൈലി കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ആക്ടറും കൂടിയാണ് ടോവിനോ. അപ്പോൾ ഇത് പെർഫെക്റ്റ് കാസ്റ്റ് ആണ് ചാത്തനും കൂടി. നമ്മളിപ്പോൾ ചന്ദ്രയിൽ ഫസ്റ്റ് പാർട്ടി കണ്ടിട്ടുള്ള ആ ഒരു ടോവിനോ ചാത്തൻ കോമിക്കലായിട്ടുള്ള എന്നാൽ ഒരു ലുട്ടാപ്പിയെ പോലത്തെ ടൈപ്പ് ഒരു മാജിക് ടൈപ്പ് ക്യാരക്ടറാണ്. മെജീഷ്യനെ പോലെ കോമിക്കായിട്ട് ചിരിച്ചും കളിച്ചും നടക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇനി കാണാൻ പോകുന്ന ക്യാരക്ടേഴ്സ് ഇത്തരത്തിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കില്ല. ലോകയിലെ മറ്റ് ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഉള്ള വീഡിയോസിലൊക്കെ ഓരോ സ്റ്റോറീസ് പറയുന്നുണ്ട്. മൂത്തോന്റെയും ഇഷ്താറിന്റെയും മദർ എന്ന് പറഞ്ഞ കുറെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഒരു സ്റ്റോറി പറയുന്നുണ്ട്. ആ ഒരു ക്രെഡിറ്റ്സ് കാണിച്ചിട്ടുള്ള ആ ഒരു സ്റ്റിൽ ഇമേജിൽ നിന്ന് അവർ കണക്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു സ്റ്റോറി. ഞാൻ എന്തായാലും അത്തരം സ്റ്റോറികളിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം ഞാൻ അത് എല്ലാവർക്കും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്രിയേഷനിൽ എൻ്റെ ഓൺ വേൾഡ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നത്. ലോഡ്ലർ അൺഫോൾഡ്സ് അത് ഞാൻ അവിടെ പറഞ്ഞോളാം. അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. മറ്റ് വീഡിയോസിലെല്ലാം ചാത്തൻ്റെയും ഒടിയൻ്റെയും പാസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പുറകിലോട്ടുള്ള പഴയ പുരാണങ്ങളിലുള്ള ആ സ്റ്റോറീസ് ആണ് പറയുന്നത്. ആ സ്റ്റോറീസ് നമ്മളിവിടെ നോക്കേണ്ട സത്യം പറഞ്ഞ കാര്യമില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ബേസ് മാത്രമാണ് ആ ഒരു മിത്തിൽ ഫൗണ്ടേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സിനിമ മൊത്തത്തിൽ അവർ പറയാൻ പോകുന്നതും ഇനി ഫ്യൂച്ചറിലോട്ട് ഒരു പാർട്ടുകൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുള്ള ഓൾറെഡി ആ ഒരു ഇൻ്റർവ്യൂവിൽ ഡൊമിനിക് ആരോൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പാർട്ടുകളിലേക്ക് ഇനി നമ്മൾ കാണാൻ പോകുന്ന വേൾഡ് എന്ന് പറയുന്നത് ഈ ഒരു ബേസ്മെന്റ് അവരെന്തായാലും നമുക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ട് തന്നെ ഇനി അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്രസന്റും ഫ്യൂച്ചറുമാണ് അവരിനി പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഈ നടക്കുന്ന സ്റ്റോറി നമുക്ക് പരിചയമില്ലാത്ത പല കാലഘട്ടത്തിലും, അതായത് ഒരു ഫിക്ഷണലായിട്ടുള്ള ഒരു സ്പേസിലായിരിക്കും നമ്മൾ ഇനി കാണാൻ പോകുന്ന പല സ്റ്റോറീസും പല സൂപ്പർ ഹീറോസിന്റെ ബാക്ക്ഗ്രൗണ്ടും. ഈ വീഡിയോ ഞാൻ ഒരുപാട് ലെങ്ത് ആക്കില്ല, ഞാനിത് വളരെ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് ഒരു വീഡിയോയും കൂടെ ഉണ്ട്, അതും ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒടിയന്റെ വീഡിയോ അത് ഞാൻ സെപ്പറേറ്റ് ആണ് ഇടുന്നത്. 8 മിനിറ്റ് ആണോ അതോ 10 മിനിറ്റ് ആണോ, നിങ്ങളുടെ ടൈം എങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എന്ന് ഞാൻ ചോദിച്ചിട്ട് 8 മിനിറ്റാണ് കൂടുതൽക്കും ഇഷ്ടം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഡ്യൂറേഷനിൽ ഞാൻ ഇത് കട്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഞാൻ ഉടനെ ഇട്ട് തരാം. അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതൊക്കെ വീഡിയോ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ എൻഷാൻ നിസാർ.
ഒടിയൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിന് ഒരുപാട് മിസ്റ്ററീസ് ഉണ്ട്.